ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എന്നാ പറയുന്നു? ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചീമച്ചക്ക കൊണ്ട് ഒരു അടിപൊളി തീയലാണ്. സത്യം പറഞ്ഞാൽ ഈ തീയലിന് ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റാണ്. ഇത് ആരും പറയത്തില്ല ഇത് ചീമച്ചക്കയാണ്, അത്ര ടേസ്റ്റാണ് കേട്ടോ. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങ കൊത്തിട്ട് വറുത്ത് മൂപ്പിക്കണേ. തേങ്ങാക്കൊത്ത് ഇടുന്നവർ കുറച്ച് ഏറെ എടുത്തേക്കണം, അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി തന്നെ എടുക്കുവാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. ഞാൻ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. ചുവന്നുള്ളി സവോളയും വാടി ഒന്ന് വരുമ്പോഴത്തേന് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. സവോളയും പച്ചമുളകും ഒക്കെ വാടി നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം, അതാണ് അതിൻ്റെ പാകം കേട്ടോ. ഇതെല്ലാം ഒന്ന് വാടി വന്നു. അപ്പോൾ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുള്ള ചീമച്ചക്ക ചേർത്ത് കൊടുക്കാവേ. സവോളയും ചീമച്ചക്കയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അര സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും വെള്ളം കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാമേ. ചീമച്ചക്ക നന്നായിട്ട് വെന്ത് വരട്ടെ, അപ്പോഴത്തേന് നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാമേ. ഒരു പാനിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഒരു ബ്രൗൺ കളർ ആകണം കേട്ടോ തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. തീയലിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു സീക്രട്ടാണ് പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക. ഇതും കൂടി ഈ തേങ്ങയുടെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കണം കേട്ടോ. ഞാൻ പൊടിയായിട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയും മാത്രമാണ്. മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യമേ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങ വറക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ വറക്കുക, ഇല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോവേ. തേങ്ങ ചൂടാറിയതിന് ശേഷം വെണ്ണ പോലൊന്ന് അരച്ചെടുക്കണേ. ചീമച്ചക്ക നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച കൂട്ടി ഇതിൻ്റെ ഒപ്പം ചേർക്കാവേ. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കടുക് താളിച്ചൊഴിച്ചാൽ നമ്മുടെ കറി റെഡിയാണ്. അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പത്തനംതിട്ട, തിരുവല്ല സൈഡിലൊക്കെ ചീമച്ചക്ക എന്നാണ് പറയാറ്. ചിലർ കടച്ചക്കയെന്നും പറയാറുണ്ട് കേട്ടോ. പറ്റുമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. കടുക് താളിക്കുമ്പോൾ അര സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് അടിപൊളിയാണ് കേട്ടോ. അപ്പം നാളെ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച്.